2023 ഇസ്രയേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തെ പലസ്തീൻ ജനത തള്ളിക്കളയുന്നുവെന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. യുദ്ധാനന്തരം ഗാസയിൽ ഹമാസിന് സ്ഥാനമുണ്ടാവില്ലെന്നും അവർ ആയുധം ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. US വിസ നിഷേധിച്ചതിനാൽ വീഡിയോ വഴിയായിരുന്നു പലസ്തീൻ നേതാവിന്റെ ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭയിലെ പ്രസംഗം. ഇതിലൂടെയാണ് അദ്ദേഹം തന്റെ തീരുമാനം വ്യക്തമാക്കിയത്. ഇസ്രയേൽ ആക്രമണം മൂലം ഗാസയിലെ പലസ്തീൻ ജനതയുടെ ദയനീയ സ്ഥിതി വിശദീകരിച്ച അദ്ദേഹം ഗാസ നേരിടുന്നത് വംശഹത്യയും പട്ടിണിയും പലായനവുമാണെന്നും പറഞ്ഞു. ഹമാസ് പലസ്തീനെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഗാസയുടെ ഭരണം കൂടി പലസ്തീൻ അതോറിറ്റി ഏറ്റെടുക്കാൻ സന്നദ്ധമാണെന്ന സൂചനയാണ് അബ്ബാസ് നൽകിയത്. നിലവിൽ വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവയാണ് പരിമിത അധികാരങ്ങളോടെ പലസ്തീൻ അതോറിറ്റി ഭരിക്കുന്നത്. പലസ്തീനികൾ സ്വന്തം മണ്ണ് വിട്ട് എവിടേക്കും പോവില്ലെന്നും സഭയിൽ മഹ്മൂദ് അബ്ബാസ് വ്യക്തമാക്കി. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മഹ്മൂദ് അബ്ബാസ് പ്രസംഗം ആരംഭിച്ചത്. ലോക നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീഡിയോയിലൂടെയാണ് സംസാരിച്ചത്. പലസ്തീൻ സമാധാനമുണ്ടാകാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും സമാധാന പദ്ധതിക്ക് സമ്മതമാണെന്നും അദ്ദേഹം പറഞ്ഞു. പലസ്തീൻ സമാധാനം പുലരാൻ വേണ്ടി ട്രംപുമായും സൗദി അറേബ്യയുമായും ഫ്രാൻസുമായും ഐക്യരാഷ്ട്രസഭയുമായും മറ്റു രാജ്യങ്ങളുമായും ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭയിലെ ഈ ആഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയം ഇസ്രയേലിന്റെ ഗാസയിലെ ആക്രമണവും റഷ്യയുടെ യുക്രൈൻ അധിനിവേശവുമായിരുന്നു. വ്യാഴാഴ്ച സൊമാലിയ, ഗാന, ഫിലിപ്പീൻസ്, കുവൈറ്റ്, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ നേതാക്കളും ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിച്ച് US വിസ നിഷേധിച്ചതോടെ മഹ്മൂദ് അബ്ബാസിനും സംഘത്തിനും ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് വോട്ടെടുപ്പിലൂടെ UN-ൽ സംസാരിക്കാൻ മഹ്മൂദ് അബ്ബാസിന് അവസരം നൽകിയത്. ഗാസയിലെ ജനത കൂട്ടക്കുടിയിറക്കത്തിലാണ്. ഗാസയുടെ 4 കോണിലും ഇസ്രായേൽ സേനയുടെ ആക്രമണം രൂക്ഷമായതോടെ പലായനം ചെയ്യാൻ പോലും ഇടമില്ലാതെ തകർന്നു വീണ കെട്ടിടങ്ങൾക്ക് സമീപം കുടിൽ കെട്ടി താമസിക്കേണ്ട ഗതികേടിലാണ് പലസ്തീനികൾ. അതേസമയം 60 വർഷത്തിനു ശേഷം ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ ഗാസയെ പിന്തുണച്ച് തീരുമാനമെടുത്തു. യുദ്ധത്തിന്റെയും നാശത്തിന്റെയും ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സിറിയ. അതിനാൽ ഞങ്ങൾ ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നാണ് അൽ ഷറ പറഞ്ഞത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സ്ലോവേനിയ. യുദ്ധക്കുറ്റങ്ങളുടെയും അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ നടപടി. വംശഹത്യ പ്രസ്താവനകൾ നടത്തിയതിന് 2 തീവ്ര വലതുപക്ഷ ഇസ്രയേലി മന്ത്രിമാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിക്കെതിരെ സ്ലോവേനിയ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത്. ഇതാദ്യമായാണ് യൂറോപ്യൻ യൂണിയൻ അംഗമായ ഒരു രാജ്യം നെതന്യാഹുവിനെതിരെ യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്നത്. എന്നാൽ സ്ലോവേനിയ പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ മുൻപും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജൂലൈയിൽ സ്ലോവേനിയ ഇസ്രയേലിന് മേൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ ആ മാസം തന്നെ പലസ്തീനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് പ്രേരണ നൽകുന്ന പ്രസ്താവനകൾ നടത്തിയതിന് ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗൂറിനെയും ധനമന്ത്രി ബെസലേൻ സ്ട്രോമിച്ചിനെയും വിലക്കിയിരുന്നു. പിന്നാലെ ഓഗസ്റ്റിൽ ഇസ്രയേൽ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധിക്കുകയും ചെയ്തു. ഗാസയിലെ പലസ്തീനികൾക്കായി ഒരു അധിക മാനുഷിക സഹായ പാക്കേജും സ്ലോവേനിയ അംഗീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.